ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ബാക്കിൽ കാണുന്ന പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്, അതായത് ഈ വരുന്ന 2024 CGL, അതുപോലെ തന്നെ 2024 MTS, 2025 GD ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്ഡേറ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. SSCയുടെ റിവൈസ്ഡ് കാലണ്ടർ, ഈ വർഷത്തെ എക്സാംസിൻ്റെ റിവൈസ്ഡ് കാലണ്ടർ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിനായിട്ട് മുകളിൽ കാണുന്ന ജൂനിയർ എഞ്ചിനീയർ സെലക്ഷൻ പോസ്റ്റ്, CIPF എക്സാം, CHSL, ഇതെല്ലാം നേരത്തെ അവർ ഫിക്സ് ചെയ്ത അതേ ഡേറ്റ് തന്നെയാണ്. CHSL ആണെങ്കിൽ ജൂലൈ 1 മുതൽ ജൂലൈ 11 വരെ പരീക്ഷയുണ്ട്. അതൊക്കെ നേരത്തെ നമ്മൾ അറിഞ്ഞതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേഞ്ച് വന്നിട്ടുള്ളത് ഇവിടെയാണ്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നമുക്കറിയാം ജൂൺ 11 ഈ മാസം ജൂൺ 11 നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞാണ്. അത് ജൂൺ 24 നോട്ടിഫിക്കേഷൻ വരുന്നത്. ജൂലൈ 24 വരെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. എക്സാം വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ, നേരത്തെ പറഞ്ഞ അതേ ടൈം തന്നെയാണ്, മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പല ആളുകളും വിചാരിച്ചിരുന്നത് MTSൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോഴും വന്നിട്ടില്ല, അത് കഴിഞ്ഞ് CGL വന്ന് എക്സാമും ഒരു ഒക്ടോബർ നവംബർ മാസത്തിലേക്ക് ആറുന്നൊക്കെ പല ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല, പഴയ പറഞ്ഞ അതേ ഡേറ്റിന് തന്നെ CGL എക്സാം വരുന്നുണ്ട്. പക്ഷേ മാറ്റം വരുന്നത് അടുത്ത എക്സാമിനാണ്. ഏതാണ്? മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS 2024 എക്സാം നമുക്ക് മെയ് 7 നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞതാണ്. പക്ഷേ വരുന്നത് ജൂൺ 27, ഒരു മാസവും 20 ദിവസം ഡിലേ ആയിട്ടാണ്. ജൂലൈ 31 വരെ അപ്ലൈ ചെയ്യാം. ഓഗസ്റ്റ് മാസത്തിലായിരുന്നു നേരത്തെ പരീക്ഷ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ അത് ഒക്ടോബർ നവംബറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ MTSൻ്റെ പരീക്ഷ ഓഗസ്റ്റിൽ പറഞ്ഞത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ, ഒരു 2-2.5 മാസം ഡിലേ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം CGLൻ്റെ പരീക്ഷ കറക്റ്റ് സമയത്തിനാണ് നടക്കുന്നുണ്ട്, ഒരു ഡിലേയും ഇല്ല. പക്ഷേ MTSൻ്റെ പരീക്ഷ കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ MTS പരീക്ഷ ഞാൻ പ്രത്യേകം പറയുന്നത് കാരണം ഈ LDC പരീക്ഷയ്ക്ക് ഒരുപാട് PSCൻ്റെ LDC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ പറ്റിയിട്ടുള്ള SSCൻ്റെ പരീക്ഷയാണ് ഇത് ഈ MTS എന്ന് പറയുന്നത്. കാരണം GK, ഇംഗ്ലീഷ്, ഈ 2 ടോപ്പിക്കിൻ്റെ മാർക്ക് മാത്രമാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് മേക്ക് ചെയ്യാൻ അവർ നോക്കുന്നത്. മാത്സും റീസണിങ്ങും എന്താണ് ജസ്റ്റ് ക്വാളിഫയിങ് ആണ്. അപ്പോൾ LDC ഒക്കെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരാളുകൾ ഈ ഒരു പരീക്ഷയും കൂടി നോക്കാൻ പറ്റും. അതിൻ്റെ കൂടെ കേട്ടോ 8,000-10,000 വേക്കൻസി എല്ലാ വർഷവും ഇതിനും ഉണ്ടാവാറുണ്ട്, MTSനും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ നോക്കുന്ന ആളുകളോട് ഒന്ന് സീരിയസ് ആയിട്ട് നോക്കിയാൽ MTS നിങ്ങളുടെ കൂടെ അങ്ങ് പോരും കേട്ടോ. ബാക്കിയുള്ളവർ CGL എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ നന്നായിട്ട്, ഇപ്പോൾ ഒരു ഡിലേ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് എന്താ പറയുക, നമ്മുടെ പ്രിപ്പറേഷൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ടാവും. അവർ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം കറക്റ്റ് സമയത്ത് CGL എക്സാം നടക്കുന്നുണ്ട്. ഈ സെപ്റ്റംബർ ഒക്ടോബറിൽ നമുക്ക് പ്രിലിംസ് നടന്നാൽ ഒരു 3 മാസം കഴിഞ്ഞതിൻ്റെ മെയിൻസും ഉണ്ടാവും. അപ്പം നിങ്ങൾ ഒരിക്കലും എന്താ പ്രിപ്പറേഷൻ സ്ലോ ഡൗൺ ചെയ്യേണ്ട ഒരു സമയമല്ലത്, ഇത് പീക്കിലാക്കേണ്ട സമയമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ അടുത്ത് ഒരുപാട് പ്ലാനുകളുണ്ട്. കാരണം അവസാനഘട്ടം നമ്മൾ അവസാനത്തെ 2-3 മാസം എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ SSC മലയാളിൻ്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. ഉടനെ തന്നെ വിത്തിൻ 1-2 വീക്സിനുള്ളിൽ ആ പ്ലാനുമായിട്ട് നമ്മൾ വരും. അപ്പോൾ ആരെങ്കിലുമൊക്കെ അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അത് കഴിഞ്ഞ പ്രാവശ്യം പ്രിപ്പയർ ചെയ്ത് അതിലൊരു ബ്രേക്ക് ഇട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പഠിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്രാവശ്യം നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അതുപോലെ തന്നെ 15,000-ന് മുകളിൽ 16,000-ഓളം വേക്കൻസി ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു വേക്കൻസിയും ഇപ്രാവശ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഒന്നും കണ്ടിട്ട് ആരും പേടിക്കേണ്ട. ഇപ്രാവശ്യം വേക്കൻസി കൂടുതലായതുകൊണ്ട് കട്ട് ഓഫ് ഒക്കെ കുറയാനാണ് സാധ്യത. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ പറയാനുള്ളത്, പുതിയ വെണ്ടർ ഇതുവരെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ മാറിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ CHSL എക്സാം എന്തായിരിക്കും? TCSനായിരിക്കും കണ്ടക്ട് ചെയ്യുക. ചിലപ്പോൾ അതിന് ശേഷം അങ്ങനെ വെണ്ടർ മാറുകയാണെങ്കിൽ വെണ്ടർ മാറിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആദ്യത്തെ പരീക്ഷ CGL പരീക്ഷയായിരിക്കും. ഓക്കെ, വെണ്ടർ മാറുകയാണെങ്കിൽ, ചിലപ്പോൾ മാറിയില്ല എന്നും വരാം കേട്ടോ. കാരണം ഈ പ്രോസസ്സൊക്കെ വെച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അത് മാറിയിട്ടില്ല, ചിലപ്പോൾ ഇപ്രാവശ്യവും TCSന് CGL പരീക്ഷ കണ്ടക്ട് ചെയ്തു എന്ന് വരാം. പക്ഷേ ഇൻ കേസ് ഈ ഒരു 1-1.5 മാസത്തിൻ്റെ ഉള്ളിൽ വെണ്ടർ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ആദ്യം നടന്ന പരീക്ഷ CGL പരീക്ഷയായിരിക്കും. അപ്പോൾ നമ്മൾ എന്തിനും തയ്യാറെടുത്തിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. TCS മാത്രം പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കരുത്. അതുപോലെ തന്നെ അതിന് മുമ്പത്തെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്, അതിന് മുമ്പുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറും പല സ്ഥലങ്ങളിൽ നല്ല അതായത് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കണ്ട, ഒരു മീഡിയം ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, എല്ലാ പേപ്പറിൻ്റെ ഒക്കെ എടുത്തിട്ട് പതുക്കെ ചെയ്ത് നിങ്ങളുടെ കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കുക കേട്ടോ. ഞാനിത് പരീക്ഷ TCS തന്നെയാണ് കണ്ടക്ട് ചെയ്യാന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ TCS അല്ല കണ്ടക്ട് ചെയ്യാന്നല്ല പറയുന്നത്. ഇതിനെല്ലാം പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇനി CHSL ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു TCS തന്നെ ആയിരിക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പരീക്ഷ CGL ആണ്. അപ്പോൾ അത് ആര് വേണമെങ്കിലും കണ്ടക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളൊരിക്കലും എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പഠനം പഠിക്കരുത്. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ളത് കോൺസ്റ്റബിൾ GD ആണ്. GDൻ്റെ പരീക്ഷ 27 ഓഗസ്റ്റിനാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അടുത്ത വർഷം ജനുവരി ഫെബ്രുവരിയിലാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ GD പോലുള്ള പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, അതായത് ഏറ്റവും കൂടുതൽ SSCയുടെ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന ഒരു പോസ്റ്റാണ് GD എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വേക്കൻസിക്ക് നോക്കിയാൽ മനസ്സിലാവും, 26,000 ഉള്ളത് ഇപ്പോൾ 46,000 വേക്കൻസി ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന എക്സാമാണ് GD എക്സാം. വളരെ കുറഞ്ഞ കട്ട് ഓഫ് 160 വെറും 70-80 മിനിമം, അതിൻ്റെ താഴെയാണ് കട്ട് ഓഫ് ഒക്കെ വരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് SSCൻ്റെ എന്താ പറയുക ക്ലിയർ ചെയ്യാൻ പറ്റിയ പരീക്ഷയാണ് GD എക്സാം. ബാക്കിയുള്ള എക്സാം അതുപോലെയല്ല, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ്. പക്ഷേ ഇത് വളരെ ഈസിയാണ്. കുറച്ചൊന്ന് നിങ്ങളൊന്ന് എഫർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്കൊരു GD ആയിട്ട്, അതായത് BSF, CRPF, CASF പോലുള്ള പോസ്റ്റുകളിൽ അതിൽ കോൺസ്റ്റബിളായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇത്രയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് കാര്യങ്ങൾ കലണ്ടറുള്ളത്. ഇനി കലണ്ടറിൽ ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോയിൽ ക്ലിയർ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൈറ്റിൽ നിന്ന് എടുത്താണ്. ക്ലിയർ കുറവുള്ള ആളുണ്ടെങ്കിൽ ssc.gov.in എന്ന സൈറ്റിൽ കയറിയിട്ട് അവിടെ കാൻഡിഡേറ്റ്സ് 4 കാൻഡിഡേറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ എക്സാമിനേഷൻ കലണ്ടർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യൂ ചെയ്യാം. അതല്ലെങ്കിൽ SSC മലയാളി ടെലിഗ്രാം ചാനൽ ഈ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ ഓരോ ഡേറ്റും കാര്യങ്ങളും നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കുക. നമുക്ക് ഇപ്രാവശ്യം എന്തായാലും വേക്കൻസി ഒരുപാടുണ്ട്. ഒരുപാട് പേർക്ക് നമുക്ക് ഇപ്രാവശ്യം നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു പോസ്റ്റിലേക്ക് കയറണം. അതിന് വേണ്ടിയിട്ട് എല്ലാ സഹായമായിട്ട് SSC മലയാളി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്താ ചെയ്യുക, ഞാൻ പറഞ്ഞു ഒരുപാട് പ്ലാൻസ് നമ്മളൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ ഉടനെ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലും ഒക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.